ചാനലിലെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ കുറച്ചധികം സീരിയസ് പുസ്തകങ്ങളായിരുന്നു. ഹൊറർ സ്റ്റോറിയും തീവ്രവാദികൾ തട്ടിക്കൊണ്ടു പോകുന്നതും അങ്ങനെ കുറച്ച് സീരിയസ് പുസ്തകങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഇന്നിപ്പോൾ നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ലൈറ്റ് റീഡിംഗ് ആയിട്ടുള്ള കുറച്ചൊക്കെ ചിരിക്കാൻ വകയുള്ള ഒരു പുസ്തകമാണ്. ബിപിൻ ചന്ദ്രൻ എന്ന എഴുത്തുകാരനെ നമ്മുടെ ചാനലിൽ തന്നെ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബിപിൻ ചന്ദ്രന്റെ ചന്ദ്രഹാസം എന്ന പുസ്തകം നമ്മൾ ആദ്യത്തെ എപ്പിസോഡുകളിൽ തന്നെ പരിചയപ്പെടുത്തിയിരുന്നതാണ്. അന്ന് പറഞ്ഞിരുന്നു ബിപിൻ ചന്ദ്രൻ എത്ര മികച്ച ഒരു എഴുത്തുകാരനാണ് എന്ന്. അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അർമാദചന്ദ്രൻ എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ചന്ദ്രഹാസം എന്ന പുസ്തകത്തില് ബിപിൻ ചന്ദ്രന്റെ സിനിമയുമായി ബന്ധപ്പെട്ട ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഈ പുസ്തകത്തിൽ കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓർമ്മകളും അനുഭവങ്ങളും മറ്റുമൊക്കെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നുപോയ വ്യക്തികളും അങ്ങനെ പലതുമാണ്. ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ബിപിൻ ചന്ദ്രൻ എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ഒരു ശൈലി വെച്ചിട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെട്ടതുപോലെ തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകൾ പോകുന്നത്. ഇതിൽ തന്നെ പ്രത്യേകമായി പറയുകയാണെങ്കിൽ പല വ്യക്തികൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നുപോയ വ്യക്തികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായ വ്യക്തികൾ, അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങൾ, ഇവയെല്ലാം തന്നെ സാഹിത്യമായും കലയുമായും സിനിമകളുമായും എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ മികച്ച രീതിയിലൊരു അനാലിസിസ് അല്ല, പക്ഷെ അതുമായൊക്കെ നല്ല രീതിയിൽ റിലേറ്റ് ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ വായിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്മൂത്ത് റീഡിംഗ് ആണ് ഈ ഒരു പുസ്തകം തരുന്നത്. അപ്പോൾ ഈ ജീവിതത്തിന്റെ സ്ട്രെസ്സിൽ നിന്നും അല്ലെങ്കിൽ ഈ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ലൈഫിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ വേണമെന്ന് തോന്നുമ്പോൾ എന്താ പറയുക, വളരെ കട്ടിയായിട്ടുള്ളതൊന്നും വായിക്കാതെ അല്ലെങ്കിൽ വളരെ കട്ടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാതെ പക്ഷെ കുറച്ച് ലൈറ്റ് ആയിട്ട് വായിച്ച് ഒന്ന് ചിരിക്കാൻ, ഒന്ന് റിലാക്സ് ചെയ്യാൻ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് വായിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണിത്. ചെറിയൊരു പുസ്തകമാണ്. മലയാള മനോരമയാണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. ചെറിയൊരു ബുക്കാണ്, പെട്ടെന്ന് വായിച്ചു തീരും. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു വിങ്ങല് തരുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് ഇത് എന്താ വെറുതെ ഒരു ചിരിക്ക് വേണ്ടി മാത്രം എന്ന രീതിയിൽ ഒതുങ്ങി പോകുന്നില്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് വളരെ മികച്ച അനുഭവം തരുന്ന അല്ലെങ്കിൽ നമ്മളെ ചിന്തിക്കാൻ കൂടി പ്രേരിപ്പിക്കുന്ന, എന്നാൽ വളരെ രസകരമായി വായിച്ചു പോകാൻ പറ്റുന്ന നല്ലൊരു പുസ്തകം. അതാണ് ഈ പുസ്തകം. പിന്നെ ഇതിലൊരു ബോണസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കോട്ടയംകാർക്ക് ഇതിലൊരു ബോണസ് ഉണ്ട്. കാരണം പല അവസരങ്ങളിലും നമ്മൾ വിസ്മരിക്കുന്ന ഒരു പ്രദേശമാണ് കോട്ടയം എന്നുള്ളത്. ഒരു തെക്ക് വടക്ക് അടിയോ ഒരു പ്രാദേശികവാദമോ ഒന്നും അല്ല ഇതിലുള്ളത്. പക്ഷെ കോട്ടയംകാർക്ക് കുറച്ച് എന്താ പറയാ, ഒന്ന് ഞെളിഞ്ഞിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഈ പുസ്തകത്തിനകത്ത് ഒരു ഭാഗത്തുണ്ട്. അപ്പം കോട്ടയംകാർ എന്തായാലും ഈ പുസ്തകം മിസ് ചെയ്യരുത്. അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുത്തുകാരൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. ആമുഖത്തിന്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാമേ. അതുകൊണ്ട് തന്നെ ചാകുന്നത് വരെയുള്ള ഒരു മുടിഞ്ഞ വെപ്രാളമായി ജീവിതത്തെ കാണുന്നവരോട് അർമാദചന്ദ്രന് ഒന്നും പറയാനുണ്ടാകില്ല. മത്സരഭ്രാന്തുള്ളവർ മാരത്തോൺ ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ കയ്യാലമാട്ടയിൽ കുത്തിയിരിക്കാനോ കാര്യമായി ഒന്നുമില്ലാതെ ഒരു കവിത മൂളാനോ മാടക്കട ബെഞ്ചിലിരുന്ന് ഒരു മുറിവീട് കൊളുത്താനോ നാട്ടുകൊട്ടകയിലെ മൂട്ട സീറ്റിലിരുന്ന് ഒരു പടം കാണാനോ യമഹ ബൈക്കിന്റെ പിന്നിൽ അള്ളിപ്പിടിച്ചിരുന്ന് പോകാനോ വായനശാലയിൽ നിന്നെടുത്ത പുസ്തകം കക്ഷത്ത് വെച്ച് നിലാവെട്ടത്തിൽ നടക്കാനോ പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡിലിരുന്ന് വായി നോക്കാനോ മനുഷ്യരെക്കുറിച്ചുള്ള നാനാതരം കഥകൾ കേൾക്കാനോ തൊണ്ട പൊട്ടിയൊരു തെറി വിളിക്കാനോ അന്തിപത്രം വിരിച്ചിട്ട് 56 കളിക്കാനോ കുണുക്ക് കയറുമ്പോൾ കോമഡിയുടെ കതിഞ്ഞാവടി പൊട്ടിക്കാനോ ഒക്കെ നേരം കണ്ടെത്തിയിട്ടുള്ളവർക്കേ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും പിടികിട്ടാൻ വഴിയുള്ളൂ. അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാനോ അതിൻ്റെയൊക്കെ വൈബ് എന്താണെന്ന് മനസ്സിലാക്കാനോ സാവകാശവും സാഹചര്യം കിട്ടാത്തവർ പൊറുക്കണം. ഈ കപ്പപ്പുഴുക്കും കട്ടനും നിങ്ങൾക്ക് സുഖിക്കാൻ സാധ്യതയില്ല സർ. മുന്നറിയിപ്പ് അവഗണിച്ച് അർമാദിക്കാൻ ഈ പുസ്തകത്തിലേക്ക് കയറി വരുന്നവർക്ക് സ്വാഗതം. നിങ്ങളുടേതാണ് ഇനി അർമാദചന്ദ്രൻ. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഒരു വാർണിംഗ് എന്ന രീതിയിലാണ് എഴുത്തുകാരൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഈ പുസ്തകം ആസ്വദിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് എഴുത്തുകാരൻ വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ ബഹുഭൂരിപക്ഷത്തെ പോലെ ഞാനും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അനുഭവിച്ചിട്ടില്ല. എന്നാലും എനിക്ക് ഈ പുസ്തകം വളരെ മികച്ച ഒരു അനുഭവമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ പോലുള്ളവരെയും മറന്നു പോകാതെ
ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തണം എന്നൊരു ഒരു റിക്വസ്റ്റ് ഞാൻ എഴുത്തുകാരന് മുന്നിൽ വെക്കുകയാണ്. എന്നിരുന്നാലും ഈ പറഞ്ഞ അനുഭവങ്ങൾ ഒന്നുമില്ലെങ്കിലും ഈ പുസ്തകം നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാനും ഭയങ്കരമായി ആസ്വദിക്കാനും പറ്റുന്ന ഒരു പുസ്തകം തന്നെയാണ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ച തൽക്കാലം നമ്മൾ നിർത്തുകയാണ്. ഇതുപോലെ നല്ല നല്ല പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായനയിലൂടെ നിങ്ങൾക്ക് മികച്ച അനുഭവങ്ങൾ നൽകിയ പുസ്തകങ്ങൾ, അത് ഏത് തരം ജോണറിലുള്ള പുസ്തകങ്ങളായാലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ, മറ്റുള്ളവർ വായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന പുസ്തകങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മികച്ച അനുഭവം നൽകിയ പുസ്തകങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോശം അനുഭവം നൽകിയ പുസ്തകങ്ങളായിക്കോട്ടെ, അവ ഏതൊക്കെയാണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മൾ ആ പുസ്തകങ്ങളൊക്കെ വായിച്ച് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അറിയാമല്ലോ, നമ്മുടെ ചാനലിന്റെ പേര് സ്ലിംഗ് ഷോട്ട് പ്രൊഡക്ഷൻസ് എന്നാണ്. അതിൽ 1917 എക്കോ ടേൽസ് എന്നതാണ് നമ്മുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്ന പ്ലേലിസ്റ്റ്. ഒരുപാട് പുസ്തകങ്ങൾ നമ്മൾ ഇതിനോടകം തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പല ജോണറുകളിൽ, പല നേച്ചറിൽ വരുന്ന പല സ്വഭാവമുള്ള പുസ്തകങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഫിക്ഷൻ ഉണ്ട്, നോൺ ഫിക്ഷൻ ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, ഹൊറർ സ്റ്റോറീസ് ഉണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം താല്പര്യമുള്ളവർ ആ വീഡിയോസ് എല്ലാം കാണുക. ഇനിയും ഇതുപോലുള്ള പുസ്തകങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. തുടർന്നും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീണ്ടും കാണാം.